പുതിയ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. അതിനു മുന്നേ ഈ കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ലിമിറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് ലിമിറ്റിംഗ് വാല്യൂസാണ് കൊടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇയർ 11th പഠിച്ച ലിമിറ്റ്സിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്, ഈ 10 സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ആണ് തരുന്നത്. ഈ 10 ബൈഹാർട്ട് ആയിരിക്കണം. കാരണം ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്കിനി വരാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ഡേ ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് സീറോ ഓഫ് സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. അവിടെ എക്സിന് പകരം കെ എക്സ് വന്നാൽ താഴെ കെ എക്സ് വന്നാൽ 1. പവർ എന്നാണ് വരുന്നതെങ്കിൽ താഴെയുള്ള എക്സിനും കെയ്ക്കും എന്ത് തന്നെയാണെങ്കിലും അതിന് സെയിം പവർ ഉണ്ടെങ്കിൽ ഈക്വൽ ടു 1. ഇതേ റിസൾട്ട് തന്നെ ടാനിനും വരും. 3 റിസൾട്ട്സ്. പക്ഷേ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സൈൻ എക്സ് ആയിരുന്നാലും ടാൻ എക്സ് ആയിരുന്നാലും ഉപയോഗിക്കുന്ന എക്സ് അത് റേഡിയൻസിൽ തന്നെ ആയിരിക്കണം, ഡിഗ്രീസിലാകരുത്. സോ ടാൻ എക്സ് ബൈ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ എക്സ് എന്ന് കൊടുക്കുന്നതിനകത്തുള്ള എക്സ് ഷുഡ് ബി ഇൻ റേഡിയൻസ്. ഡിഗ്രിയിലാണെങ്കിൽ അത് റേഡിയൻസിലേക്ക് മാറ്റിയിട്ട് വേണം ഈ സ്റ്റാൻഡേർഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ 9ഉം 10ഉം കഴിഞ്ഞ വർഷത്തെ സപ്ലിമെന്ററി ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് സീറോ ഓഫ് ഇ റേസ് ടു കെ എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ കെ എക്സ് വന്നാൽ 1 മീൻസ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് വന്നാൽ 1. ഇ റേസ് ടു 2x മൈനസ് 1 ഡിവൈഡ് ബൈ 2x വന്നാൽ 1. ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ വന്നാൽ 1. അതുപോലെ ലോഗ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് സീറോ തന്നെ ആയിരിക്കണമേ. ലോഗ് ഓഫ് 1 പ്ലസ് കെ എക്സ് ഡിവൈഡ് ബൈ കെ എക്സ് വന്നാൽ 1. അതുപോലെ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് വന്നാൽ താഴെ എക്സ് ആണെങ്കിൽ 1. ഇതാണ് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്. ഈ 10 ബൈ ഹാർട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ലിമിറ്റിന്റെ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുക്കുന്നത്. ലിമിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസാ. കണ്ടിന്യൂറ്റി അല്ല, നമ്മൾ പുതിയ ടോപ്പിക് തുടങ്ങിയിട്ടില്ല, തുടങ്ങാം. അതിനു മുന്നേ അത്യാവശ്യം കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണമല്ലോ, എന്നാലേ പോകാൻ പറ്റുള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2. ഈ ലിമിറ്റിന്റെ കൺസെപ്റ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് ആ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ, ഇത് കേൾക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൂടെ വെച്ചിട്ട് വേണം നോക്കേണ്ട. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 ഓഫ് 5x plus 6. ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊന്നും വേണ്ട, ഡയറക്ട്ലി എക്സിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. അങ്ങനെയല്ലേ ചെയ്യുക. സോ 5 into 2 plus 6 that's 16. Limit extending to minus 3, 2x plus 5 into x minus 7. Just you put x is equal to minus 3 there. So minus 6 plus 5 into minus 3 minus 7. So minus 6 plus 5, then minus 3 minus 7, that is minus 1 into minus 10 equal to 10. Quotient ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 ഓഫ് 3x മൈനസ് ഡിവൈഡ് ബൈ 4x പ്ലസ് 3 വന്നാൽ എക്സിന് ജസ്റ്റ് 3 കൊടുക്കുക, ദാറ്റ് ഇസ് 8/15. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് ചില ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഉണ്ട്. അതിൽ നമുക്ക് ആകെയുള്ള 0/0 മതി. അപ്പൊ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ആണ് വരുന്നതെങ്കിൽ മീൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു കോഷ്യന്റ് ഫോമിലായിരിക്കും കിടക്കുക. 0 ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്റർ 0 ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ഇൻഡിറ്റർമിനേറ്റ് ഫോം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ചില ചെറിയ സിമ്പിൾ ട്രാൻസ്ഫർമേഷൻസ് ഫംഗ്ഷൻസിനകത്ത് വരുത്തി കഴിഞ്ഞാൽ, ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ഫംഗ്ഷൻസിനകത്ത് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 10 സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് ഫോമുകളിലേക്ക് മാറിക്കിട്ടും. അങ്ങനെ മാറ്റിയതിനു ശേഷം ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാം. ഡയറക്ട്ലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എല്ലാം ഞാൻ തുടക്കത്തിലേ തന്നിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് തറവായിരിക്കണം. അതുകൂടെ ആപ്ലിക്കേഷൻ ഇവിടെ വരും. ഇനി അങ്ങോട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് ആപ്ലിക്കേഷൻസ് കൂടെ ചേർത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് തറവായിരിക്കണം. അപ്പൊ അത്തരം ട്രാൻസ്ഫർമേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഈ 0/0 ഫോം മാറിക്കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്ത് ലിമിറ്റിംഗ് വാല്യൂ എഴുതാം. അതിനാണ് നമ്മൾ ആ 10 റിസൾട്ട്സ് ആദ്യമേ ഞാൻ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. Limit extending to 3, x raised to 5 minus 3 raised to 5 divided by x minus 3. When we directly put x is equal to 3, numerator 0, denominator is also 0. അപ്പോൾ 0/0 ആയി. പക്ഷേ we have the standard result, that is limit extending to a of x raised to n minus a raised to n divided by x minus a അപ്ലൈ ചെയ്യാം.
that is n into a raised to n minus 1 ആണ്. So here n is equal to 5, a is equal to 3. So 5 into 3 raised to 4. കഴിഞ്ഞു. ബാക്കി സിംപ്ലിഫൈഡ് വാല്യൂ നമുക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ. Now fifth one, limit x tending to 2 of x raised to 6 minus 64 divided by x minus 2. When we put directly x is equal to 2, x raised to 6 becomes 64. So 64 minus 64 0 ആയി. Divide by 0. So 0 by 0. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാനായിട്ട് ആ 64 നമുക്ക് 2 raised to 6 ആക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയില്ലേ. So n into a raised to n minus 1, here 6 into 2 raised to 6 minus 1, that is 5. So you can evaluate that quantity. Next one is limit x tending to 0 of sin 4x by 3x. When you put x is equal to 0 there, sin 4x is equal to sin 0, 0 divided by 0, 0 by 0. പക്ഷെ സ്റ്റാൻഡേർഡ് ഫോം ആണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫോം അല്ല. സ്റ്റാൻഡേർഡ് ഫോം ആകണമെങ്കിൽ sin 4x വന്നാൽ താഴെ 4x വരണം. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് വേണ്ടതാ എന്താണോ ആവശ്യമുള്ളത് അതവിടെ കൊടുക്കുക. എത്രയാ ആവശ്യം? 4 ആവശ്യം, 4 അവിടെ കൊടുക്കുക. അപ്പൊ 4x ആയി. പക്ഷെ 3 അങ്ങോട്ട് മാറ്റി വെക്കണം, കളയാൻ പറ്റില്ലല്ലോ. ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് കോമ്പൻസേറ്റ് ചെയ്യണ്ടേ. സോ യു പുട്ട് 4 ഇൻ ദ ന്യൂമറേറ്റർ. അപ്പൊ എന്ത് സംഭവിച്ചു? 4/3 സെപ്പറേറ്റ് ആവും. റിമൈനിങ് sin 4x divided by 4x ന്റെ ലിമിറ്റിംഗ് വാല്യൂ as x tending to 0 becomes 1. കോൺസ്റ്റന്റിന്റെ ലിമിറ്റിംഗ് വാല്യൂ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. സോ നോ ഡിഫറൻസ് ഫോർ 4/3. സോ ലിമിറ്റിംഗ് വാല്യൂ ഇസ് 4/3. ഇതാണ് ഇത്തരം ഫംഗ്ഷൻസ് വരുമ്പോൾ ചെയ്യുന്ന മെത്തേഡ്. അത് ടാൻ ആയാലും സൈൻ ആയാലും എന്ത് തന്നെയാണെങ്കിലും സെയിം പ്രൊസീജിയർ ക്യാൻ ബി അപ്ലൈഡ്. ഇനി നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. ഒരു പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് കൊടുത്താൽ അത് ലെഫ്റ്റ് ലിമിറ്റും, റൈറ്റ് സൈഡിലെ വാല്യൂസ് ആണ് കൊടുക്കുന്നത് റൈറ്റ് ലിമിറ്റും. ഇതിന്റെ കൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a minus f of x and right hand limit is limit extending to a plus f of x. So if in a function satisfies the condition left limit is equal right limit at x is equal to a, അതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a പ്ലസ് എഫ് ഓഫ് എക്സ്. അങ്ങനെ ഒരു പോയിന്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് കോമൺ വാല്യൂ ഈസ് കോൾഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a എഫ് ഓഫ് എക്സ്. രണ്ടും ഈക്വൽ ടു 2 ആണ് വരുന്നതെങ്കിൽ വി ക്യാൻ സേ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയും. സപ്പോസ് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാതെ വന്നാൽ പറയും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ്, മീൻസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. ഇവിടെ എ ആണല്ലോ പോയിന്റ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എല്ലാ ഫംഗ്ഷൻസിന്റെ കേസിലും വേണ്ടാന്നുള്ളത് അറിയാം. മൾട്ടി ഡിഫൈൻ ഫംഗ്ഷൻസ് വരുമ്പോഴായിരിക്കും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വരിക. ബ്രേക്കിംഗ് പോയിന്റുള്ള ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴായിരിക്കണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആവശ്യം വരിക. എക്സാമ്പിൾ നോക്കാം. ഒരു ഫംഗ്ഷൻ, ഒരു മൾട്ടി ഡിഫൈൻ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. 3 ഡെഫിനിഷൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നോക്കി. 3x plus 2 if x less than 1, 7 if x is equal to 1, 6x minus 1 if x greater than 1. വേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ നോക്കുന്നത് 1 ബ്രേക്കിംഗ് പോയിന്റ് ആണ് നോക്കി. ആണ് ബ്രേക്കിംഗ് പോയിന്റ് ആണെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേണമോ വേണ്ടെന്ന് നോക്കണം. മീൻസ് ആ 1ന്റെ ലെഫ്റ്റും റൈറ്റിലും ഡിഫറെന്റ് ഡെഫിനിഷൻസ് ആണെങ്കിൽ വേണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. ഹിയർ ദിയർ ഡെഫിനിഷൻസ് ആർ ഡിഫറെന്റ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽ സ്റ്റെപ്സ് എഴുതണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എന്ന് തന്നെ കൊടുക്കാം. പക്ഷേ യു മസ്റ്റ് റൈറ്റ് ദ ഡെഫിനിഷൻ ഫോർ -1. So 1 minus, that is 3x plus 2. Directly you can put x is equal to 1. So 3 plus 2 is equal to 5. Right limit extending to 1 plus f of x is equal limit extending to 1 എന്ന് എഴുതാം. പക്ഷേ 1 plus ന് കറസ്പോണ്ടിങ് ഡെഫിനിഷൻ എഴുതണം. That is 6x minus 1. So 6 minus 1, that is 5. So left limit is equal right limit equal to 5. Therefore limit extending to 1 f of x is equal to 5. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. f of x എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 4x plus 1 if x less than 0, 5 if x is equal to 0, 6x minus 1 if x greater than 0. Find limit extending to 0 f of x. അപ്പൊ ആദ്യം എന്ത് നോക്കണം? ഈ പറയുന്ന പോയിന്റ് മീൻസ് 0, അത് ബ്രേക്കിംഗ് പോയിന്റ് ആണോ നോക്കണം. ബ്രേക്കിംഗ് പോയിന്റ് ആണല്ലോ, ആണ്. ബ്രേക്കിംഗ് പോയിന്റ് ആണെങ്കിൽ ഇനി നോക്കേണ്ടത് ആ 0ന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഡെഫിനിഷൻ സെയിം ആണോ ഡിഫറെന്റ് ആണോ നോക്കണം. ഡിഫറെന്റ് ആണല്ലോ, ആണ്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ
ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 എന്ന് തന്നെ കൊടുക്കാം, 4x plus 1 കൊടുക്കണം, പക്ഷേ equal to 1. But when x is equal to 0, 4x becomes 0, so 1. RHL limit extending 0 plus f of x, that's limit extending 0 എന്ന് തന്നെ കൊടുക്കാം, but you must write the definition there, 6x minus 1, 4x greater than 0. So when you put x is equal to 0, 6x minus 1 becomes minus 1. Here LHL not equal to RHL means limit does not exist. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ അല്ലെങ്കിൽ പിന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, അത് തന്നെയാണ് കണ്ടീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, രണ്ട് ഡെഫിനിഷൻസ് ആവുള്ളത്, 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 2 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 എഫ് ഓഫ് എക്സ്. അവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0ക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആവശ്യം വരില്ല, കാരണം നോട്ട് ഈക്വൽ ടു 0 വരുന്നിടത്തെല്ലാം ഒറ്റ ഡെഫിനിഷനാണ്. അപ്പോൾ 0ന്റെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം ഡെഫിനിഷനാ. അതുകൊണ്ട് തന്നെ മൾട്ടി ഡിഫൈൻ ഫംഗ്ഷൻ ആണെങ്കിലും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേണ്ട, ഡയറക്ട്ലി യു ക്യാൻ കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് വാല്യൂ. അതുകൊണ്ട് തന്നെയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 എഫ് ഓഫ് എക്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. റീസൺ മനസ്സിലായല്ലോ? അവിടെ നോട്ട് ഈക്വൽ 0ക്ക് സിംഗിൾ ഡെഫിനിഷനേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 ഓഫ് 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ, വെൻ യു പുട്ട് x is equal to 0 there, cos 0 becomes 1, 1 minus 1 0 divided by 0, 0 divided by 0, indeterminate form. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ നമ്മുടെ സ്റ്റാൻഡേർഡ് ലിമിറ്റിംഗ് വാല്യൂസ് ഒന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. 1 minus cos 2x is 2 sin square x, half angle formula. So that becomes 2 sin square x divided by x square. 2 നെ മാറ്റി നിർത്തുക, സൈൻ സ്ക്വയർ എക്സ് വന്നാൽ താഴെ എക്സ് സ്ക്വയർ വേണ്ട ഉണ്ടല്ലോ, ഉണ്ട്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 നമ്മുടെ സ്റ്റാൻഡേർഡ് ലിമിറ്റിംഗ് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ആസ് എക്സ്റ്റെൻഡിങ് 0 is 1. സോ 2 into 1 equal to 2. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ആവശ്യം വന്നില്ല, ബിക്കോസ് അവിടെ എക്സ് നോട്ട് ഈക്വൽ 0ക്ക് ഒരു ഡെഫിനേഷനേ ഉള്ളൂ, ഈവൻ ദോ ദ ഫംഗ്ഷൻ ഇസ് എ മൾട്ടി ഡിഫൈൻ ഫംഗ്ഷൻ. ഏത് പോയിന്റ് എടുത്താലും അത് ബ്രേക്കിംഗ് പോയിന്റ് ആണ്. അവിടെ ബ്രേക്കിംഗ് പോയിന്റ് ആകുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും സെയിം ഡെഫിനേഷൻ ആണോ ഡിഫറെന്റ് ഡെഫിനിഷൻസ് ആണ് നോക്കണം. ഡിഫറെന്റ് ഡെഫിനിഷൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആവശ്യമുണ്ട്. ഇവിടെ ആവശ്യമില്ലാത്തതിന് കാരണം 0ക്ക് നോട്ട് ഈക്വൽ 0ക്ക് സെയിം ഡെഫിനേഷൻ വന്നിരിക്കുന്നത്, റൈറ്റ്? ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉപയോഗിച്ചുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. എന്നാലും നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടില്ല, നമ്മൾ ചെയ്ത ടൈപ്പ് തന്നെയാണ്. സെക്കൻഡിൽ ഫസ്റ്റ് നോക്കേ, e⁻⁷x, അപ്പൊ താഴെ 7x വരണം അല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യാം, 7 കൊടുക്കുക, 2 മാറ്റി വയ്ക്കുക, കൊടുത്ത 7 കോമ്പൻസേറ്റ് ചെയ്യണം. അതുപോലെ രണ്ടാമത്തത് log of 1 + 3x, താഴെ 3x വരണം, അപ്പോൾ 3 ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റണം. ഓക്കെ, ബാക്കി ലിമിറ്റിംഗ് വാല്യൂ സ്റ്റാൻഡേർഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. മൂന്നാമത്തത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനകത്ത് 4 ഡെഫിനേഷൻസാണ് കൊടുത്തത്. ഒത്തിരി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി തന്നെ തന്നിരിക്കുന്നത്. 4 ഡെഫിനേഷൻസാണ് തന്നിരിക്കുന്നത്. അവിടെ ബ്രേക്കിംഗ് പോയിന്റ്സ് നോക്കണം, 0 2 4, 3 പോയിന്റ്സ് ആണ് ബ്രേക്കിംഗ് പോയിന്റ്സ്. ഈ 3 പോയിന്റ്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും, വേറെങ്ങും വേണ്ടി വരില്ല. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 വേണം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേണം. ലെഫ്റ്റ് ലിമിറ്റ് മീൻസ് 3x - 1 കൊടുക്കണം, റൈറ്റ് ലിമിറ്റ് മീൻസ് 6x - 1 കൊടുക്കണം. കാരണം എക്സിന്റെ വാല്യൂ 0ക്ക് ജസ്റ്റ് എബോവ് ആകുമ്പോൾ ഡെഫിനിഷൻ അതാണ്. എക്സ്റ്റെൻഡിങ് ടു 1 വേണ്ട, കാരണം 1 is not a breaking point, so you can make the definition 6x - 1. okay, now extending to 2 വേണം, കാരണം 2 is a breaking point. ലെഫ്റ്റ് ലിമിറ്റ് 6x - 1 എടുക്കേണ്ടി വരും, റൈറ്റ് ലിമിറ്റ് 5x + 1 എടുക്കേണ്ടി വരും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 4 വേണം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും, ബിക്കോസ് 4 is a breaking point. ലെഫ്റ്റ് ലിമിറ്റ് 5x + 1 എടുക്കണം, റൈറ്റ് ലിമിറ്റ് 4x + 2 എടുക്കണം. Limit extending to 7 വേണ്ട, 7 is not a breaking point, so you can make the definition 4x + 2. okay, now limit extending to -1 is not a breaking point, so you can make use of the definition 3x - 1, because for x less than 0 definition is 3x - 1. സോ ഒന്ന് ട്രൈ ചെയ്യുക, വളരെ ഈസി ആയിട്ട് സമയമെടുത്ത് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. കാരണം ഇതായിരിക്കണം, ഈ കൺസെപ്റ്റാണ് നമ്മൾ കണ്ടിന്യൂറ്റിക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ബാക്കി പോകത്തുള്ളൂ. ഇത് മാത്രം പോരാ, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടും കൂടി മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള റിസൾട്ടുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്.